പി.കെ. ഫിറോസിനെതിരെ ഇഡിക്ക് പരാതി. CPIM മലപ്പുറം നെടുവ ലോക്കൽ കമ്മിറ്റി അംഗം AP മുജീബാണ് പരാതി നൽകിയത്. സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി. വിവരങ്ങളുമായി യൂനസ് അഹമ്മദ് ഉണ്ട്. യൂനസ്, എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? ഇപ്പോൾ ഇഡിക്ക് പരാതി നൽകിയിരിക്കുകയാണ് CPM മലപ്പുറം നെടുവ ലോക്കൽ കമ്മിറ്റി അംഗം AP മുജീബ്. അദ്ദേഹം KT ജലീലിന്റെ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പരാതി നൽകിയത്. ഇമെയിലായും പോസ്റ്റിലായും ഇപ്പോൾ പരാതി അയച്ചിട്ടുണ്ട്. പ്രധാനമായി ഈ പരാതിയിൽ പറയുന്നത് KT ജലീൽ P.K. ഫിറോസിനെതിരെ വ്യക്തിപരമായി ഉന്നയിച്ച കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് P.K. ഫിറോസ് 5 ലക്ഷത്തിലധികം രൂപ ശമ്പളം വാങ്ങുന്നു. അതോടൊപ്പം പല ബിസിനസ്സിലും പങ്കാളിത്തമുണ്ട്. ഇതൊന്നും ഈ രേഖകളില്ല. പ്രത്യേകിച്ച് 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം നൽകിയപ്പോൾ അതിലും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അനധികൃതമായി P.K. ഫിറോസ് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം KT ജലീൽ ഉന്നയിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഈ CPM നെടുവ ലോക്കൽ കമ്മിറ്റി അംഗം AP മുജീബ് ഇപ്പോൾ ഇഡിക്ക് പരാതി നൽകിയത്. പ്രധാനമായി ഇപ്പോൾ KT ജലീൽ നേരത്തെ തന്നെ ഈ വിജിലൻസിനും അതോടൊപ്പം ആദായനിധി വകുപ്പിനും KT ജലീൽ P.K. ഫിറോസിനെതിരെ പരാതി നൽകിയിരുന്നു. അന്ന് നമ്മൾ മാധ്യമപ്രവർത്തകർ KT ജലീലിനോട് ചോദിച്ചിരുന്നു, ഇഡിക്ക് പരാതി നൽകുമോ എന്ന് ചോദിച്ചിരുന്നു. അതിന് പിന്നാലെ KT ജലീലിന്റെ മറുപടി എന്നുള്ളത് ഇഡിക്ക് താൻ പരാതി നൽകില്ല, കാരണം BJP ഭരിക്കുന്ന ഈ രാജ്യത്ത് അത് ഇഡി ദുരുപയോഗം ചെയ്യുമെന്നുള്ള ഒരു ചൂണ്ടിക്കാണിച്ച് താൻ ഇഡിക്ക് പരാതി നൽകില്ല എന്നാണ് KT ജലീൽ തന്നെ നേരത്തെ പറഞ്ഞത്. ഇതിന് പിന്നാലെ അതിന് ഒരു പശ്ചാത്തലമുണ്ട്. കാരണം കഴിഞ്ഞ എയർനേക്കർ ബാങ്കുമായി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് പരാതി നൽകും, താൻ ഇഡിക്ക് പരാതി നൽകുമെന്ന് ഈ KT ജലീൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായ വിമർശനമാണ് KT ജലീലിനെതിരെ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ അതിൽ നിന്നും ഈ KT ജലീൽ പിന്നോക്കം പോയി. അതിനുശേഷം കഴിഞ്ഞ ദിവസവും തങ്ങൾ ഇഡിക്ക് പരാതി നൽകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ താൻ ഇഡിക്ക് പരാതി നൽകില്ല, വിജിലൻസിനും ആദായ നികുതി വകുപ്പിനും പരാതി നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ ഇഡിക്ക് പരാതി നൽകുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ചുമത്തി, പ്രത്യേകിച്ച് KT ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പരാതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മറ്റൊരു തലത്തിലേക്ക് ഈ KT ജലീൽ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് ഹരി.